ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഗ്ലാസ് വേൾഡ്. ഇന്നൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ടും എന്നാൽ ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മട്ടൻ കറി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തക്കാളി 1 എടുത്തിട്ടുള്ളത്. ഒരു വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1 എടുത്തത്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇനി 1 ടേബിൾ സ്പൂൺ പൊടിച്ച പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ, പട്ട. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇത് 3 സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന്, നന്നായിട്ട് വഴണ്ടി വരണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളകിന് വേണമെങ്കിൽ നമുക്ക് ചതച്ചിടാം, അല്ലെങ്കിൽ ചതയ്ക്കാതെയും ഇടാം. ഇതും ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളിയും കറിവേപ്പിലയും കൂടി ഒന്നിട്ട് കൊടുക്കണം. കറുകപ്പട്ട ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതിലോട്ടൊന്ന് പിടിച്ച് വരത്തുള്ളൂ. ഇനി മട്ടൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഇതിനെ ചെറിയ തീയിൽ വെച്ച് കൂടുതൽ സമയമെടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചാൽ മാത്രമേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതിന് 1 മണിക്കൂറൊക്കെ എടുത്ത് ഇതിൻ്റെ വേവിനനുസരിച്ച് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ വെള്ളം ആദ്യം ഒഴിച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ മട്ടനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ 1/4 വേവാകുമ്പോഴേക്കും എടുത്തിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചിടണം. ചെറിയ തീയിൽ തന്നെ ഇട്ട് അടച്ചിടണം. അത് ഇപ്പോൾ വെന്തിട്ടുണ്ട്. വെന്ത് വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ചിടണം. ഇപ്പോൾ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.